ഹലോ നമസ്കാരം കേട്ടോ, ഞാൻ സൈദുവാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീസൺലി വയനാട്ടിലുള്ള ഒരുപാട് നല്ല റിസോർട്ട്സുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മൗണ്ടൻ വ്യൂ ഒക്കെ നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് ഈ കക്കാടംപൊയിൽ ലൊക്കേഷനിലായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി കപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഒരു റിസോർട്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുന്നത്. ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയും. അപ്പോൾ നമ്മളെങ്ങനെ ഇനി റിസോർട്ടിനകത്തേക്ക് നമുക്ക് പോകല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി, ഇപ്പോൾ ഈ ഒരു ഫ്രണ്ടിലാണ് പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് റിസോർട്ട്സിന്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു കവാടാണ്, എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, നമുക്ക് ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട്സിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഹായ് വാ. അപ്പോൾ നമ്മളിങ്ങനെ റിസോർട്ടിലേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ഫീലാണ് കേട്ടോ. ഭയങ്കര ഒരു ക്ലൈമറ്റ്, കക്കാടംപൊയിലിൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സിംഗിൾ കോട്ടേജും പിന്നെ ഡബിൾ കോട്ടേജ്, 2 ബെഡ്റൂമുള്ള ഒരു ഡബിൾ കോട്ടേജ് ഉണ്ട്, പിന്നെ ഒരു ട്രീ ഹൗസ്, അങ്ങനെ മൊത്തം 4 ബെഡ്റൂംസ് ആണ് വരുന്നത്. കപ്പിൾ ഫാമിലി ബേസ്ഡ് ആണ്. കപ്പിൾ ഫാമിലിക്കാണ് ഇവർ കൂടുതലും ഈ ഒരു പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂമിന്റെ സൗകര്യം കാണാൻ അതിനൊരു പൂള് വരുന്നുണ്ട്, പിന്നെ കിഡ്സിന്റെ ഒരു ചെറിയൊരു ആക്ടിവിറ്റീസ്, കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൂംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കാണുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ്ങും ദെൻ അവരുടെ റിസപ്ഷൻ ഏരിയയാണ്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം കുറേ പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഉണ്ട്. ഇവിടെ ഒരു ക്യാരംസ് ഒക്കെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ കാണുന്ന ഒരു റിസപ്ഷനാണ്. ഇവിടെ ഒരു കോമൺ ആയിട്ട് ടോയ്ലറ്റോ വാഷ് ബേസ് ഒക്കെ വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവരുടെ കോട്ടേജസും പൂള്, ദെൻ കിഡ്സിൻ്റെ 1-2 ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളിയാട്ടോ, ഡൈനിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, വുഡിൻ്റെ ചെയർ ഒക്കെയാണ്. പിന്നെ ഈ ഒരു ആംബിയൻസ്, അതാണ് ഏറ്റവും അടിപൊളി ഒരു പ്രത്യേകത. ആ ഒരു മൗണ്ടൈൻ വ്യൂ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ റൂംസുകൾ, പൂള്, കിഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ടോട്ടലി 4 റൂംസ് അല്ലേ? സിംഗിൾ കോട്ടേജ്, ഡബിൾ കോട്ടേജ്, ട്രീ ഹൗസ്. എങ്ങനെ എല്ലാ ദിവസവും ഗസ്റ്റ് ഒക്കെ ഉണ്ടാവും? കൂടുതൽ ഫാമിലി കപ്പിൾ. ഇവിടെ കണ്ടില്ലേ, ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ഫീലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ കക്കാടംപൊയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ക്ലൈമറ്റ്, മൗണ്ടൈൻ, വാട്ടർഫോൾസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു രക്ഷയില്ല. അപ്പോൾ ഇതൊരു ഹെവി പ്രോപ്പർട്ടി അല്ല, കാരണം 4 റൂംസ്, അപ്പോൾ ഒരു 4 ഫാമിലി അല്ലെങ്കിൽ 4 കപ്പിൾസിനൊക്കെയാണ് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ റൂംസൊക്കെ നല്ല ഡിസ്റ്റൻസിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡിസ്റ്റൻസിലാണ് ഓരോ കോട്ടേജസും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൂള് വരുന്നുണ്ട്, പൂളൊക്കെ അത്യാവശ്യം വലിയ പൂളാണ്, നല്ലൊരു ഇൻഫിനിറ്റി സെറ്റപ്പിലാണ് പൂളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മക്കളെ, നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് ഹാപ്പി ആക്കേണ്ട റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതാ ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ സെറ്റപ്പ്, കുട്ടികളൊക്കെ, ഇത് കംപ്ലീറ്റ്ലി ചിൽഡ്രൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ പറ്റുന്ന ചെറിയ ഊഞ്ഞാല, 1-2 ഊഞ്ഞാല, പിന്നെ ആ ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു കിഡ്സ് പ്ലേ ഏരിയ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂളും റൂംസൊക്കെ വരുന്നത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്, നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മളിപ്പോൾ റൂംസിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇവരുടെ റൂംസുകളും അതുപോലെ തന്നെ പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു സിംഗിൾ കോട്ടേജ് ആണ്, ബാൽക്കണി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി കോട്ടേജ്. അപ്പോൾ നമുക്ക് കോട്ടേജ് കാണാം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, കണ്ടല്ലോ, ഈ കാണുന്നവരെ പൂളാണ്. പൂളിലേക്ക് നമുക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ സിംഗിൾ കോട്ടേജിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ഫസ്റ്റ് സിംഗിൾ കോട്ടേജ് ആണ്, ഒരു കപ്പിളിനായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ബാൽക്കണിയൊക്കെ ഉണ്ട്. ഹൈവാ. അപ്പോൾ നമ്മൾ ആ റൂം ഇങ്ങോട്ട് തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ കാണാം, സീറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവലാണ്. നമ്മൾ ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ കാണുന്നത്, കണ്ടല്ലോ, ആ ഒരു മൗണ്ടൈൻ വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു
ഭയങ്കര ഒരു നാച്ചുറാലിറ്റി, അടിപൊളിയാണ്. ഇതിപ്പം നോക്കണ്ട, വൈകുന്നേരത്തേക്ക് ഒരു അടിപൊളിയായിരിക്കും. ഇവിടെ നമുക്കൊരു കിച്ചണിൽ ഇപ്പൊ നമ്മളെ കൂടെ ചെറിയ ബേബീസോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് വല്ലപ്പം വല്ല പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ചായയൊക്കെ പെട്ടെന്ന് വെള്ളമൊക്കെ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഒരു റൂംസിൽ ഒരു കിച്ചണിൽ നമുക്ക് അത്യാവശ്യം പെരുമാറേണ്ട 2-3 ഐറ്റം പാത്രങ്ങളും ഗ്ലാസ്, പഞ്ചസാര, ചായ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ടീ കോഫിയൊക്കെ പെട്ടെന്ന് പാലൊക്കെ കാച്ചി കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം വരിക എന്നുണ്ടെങ്കിൽ ആ സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കും. അപ്പൊ നമുക്കിനി ബെഡ്റൂമും ഒക്കെ ഒന്ന് കാണാം. നല്ല അടിപൊളി കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചുറ്റുപാടും ഇഷ്ടിക വെച്ചിട്ടാണ് അതിന്റെ ചുമരൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ തറ എന്ന് പറയുന്നത് വുഡിന്റെയാണ്. നല്ല അടിപൊളി ക്യൂൺ സൈസ് മാട്രസ് ആണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം AC, TV അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബാത്റൂം സൈഡിൽ തന്നെ അറ്റാച്ച്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു റൂംസിൽ ഒരു ഗസ്റ്റിന് വേണ്ടുന്ന എല്ലാവിധ കോംപ്ലിമെന്ററി ആയിട്ട് വാട്ടർ, ഒരു കുക്കീസ്, ടീ, കോഫി മേക്കിംഗ് ചെയ്യാനുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ റൂമിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. പിന്നെ റൂംസ് ഒക്കെ നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേക ഒരു ആകർഷണം നമ്മൾ ഈ കാണുന്ന ബാൽക്കണിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക, ഇവിടെ ഒരു കിഡിലൻ ഇൻഫിനിറ്റി പൂളാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഈ നേരെ കാണുന്നത് ഇവരുടെ ഇൻഫിനിറ്റി പൂളാണ്. ആ മൗണ്ടൈൻ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പൂള് അടിച്ച് തിമിർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ പൂള് കാണില്ലേ. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല വലിയൊരു ഇൻഫിനിറ്റി പൂള്. കിഡ്സിനും അഡൾട്ട്സിനും ഒന്നിച്ച് തന്നെ നല്ല അടിപൊളി മനോഹരമായിട്ട് തന്നെ ആ ഒരു മൗണ്ടൈൻ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ പൂളിൽ അടിച്ച് തിമിർക്കാൻ പറ്റും. നല്ല സ്പേസിന് അത്യാവശ്യം വലിയ ഇൻഫിനിറ്റി പൂളാണ്. ഇപ്പോഴത്തെ വൈബ് നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ നട്ടുച്ച സമയമാണ്. ഇപ്പോൾ ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈമിംഗ് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കക്കാടംപൊയിൽ ലൊക്കേഷനിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ആ കാണുന്ന ഒരു മൗണ്ടൈൻ വ്യൂ നമുക്ക് പക്ക ക്ലിയർ ആയിട്ട് സാധാരണ കാണാറില്ല. പക്ഷെ നമ്മൾ ഇന്ന് നമുക്ക് വളരെ നല്ലൊരു ലക്കിയാണ്. കാരണം ആ ഒരു മേഘം വളരെ മനോഹരമായിട്ട് ആ മൗണ്ടൈൻ്റെ ഭംഗി നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സാധാരണ നമ്മൾ കക്കാടംപൊയിൽ നമ്മൾ കുരിശുമല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നിയർ ബൈ ആയിട്ട്, വാട്ടർഫാൾസുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിവിടെ വരുമ്പോഴൊക്കെ മൊത്തത്തിൽ അങ്ങ് ഫോഗ് മൂടിയിട്ട് ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ്. മേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടി നമുക്ക് മൗണ്ടൈൻസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ മലകളൊക്കെ, കക്കാടംപൊയിലെ മലനിരകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോഴത്തെ വൈബ് നോക്കണ്ട കേട്ടോ. വൈകുന്നേരത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും ഈ ഒരു ഇൻഫിനിറ്റി പൂള്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു റിസോർട്ട്സിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ വളരെ നല്ല ക്ലൈമറ്റ്, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ നമ്മളിപ്പം ഇത്ര വെയിലായിട്ട് പോലും ആ ഒരു തണുപ്പ് നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പൂള് നല്ല പ്രൈവസിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 4 കോട്ടേജാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ കോട്ടേജിലുള്ള ഗസ്റ്റുകൾക്ക് അവർ പൂളിന് ടൈമിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിംഗിൾ കോട്ടേജിലുള്ള ഒരു കപ്പിൾ പൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത റൂമിലുള്ള ഗസ്റ്റുകളെ അവർ ഇങ്ങോട്ട് കിടത്തി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പൗണ്ടിലായിട്ട് വളരെ പ്രൈവസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പൂള്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉണ്ട്. ഇപ്പോൾ കപ്പിളായാലും ഫാമിലി ആയാലും നല്ല പ്രൈവസി ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 12-13 റൂംസ് ഒക്കെ മിനിമം ഒരു റിസോർട്ട്സിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് പൂള് കിട്ടുന്ന പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്കൊരു ഹെവി റേറ്റും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൈവറ്റ് സെറ്റപ്പിലായിട്ടാണ് ഈ ഒരു പൂള് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത.
പ്രത്യേകത, നമ്മളിപ്പോൾ പൂളിലൊക്കെ ഇറങ്ങി ഫുള്ള് ഒന്ന് റീഫ്രഷ്മെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതേ പൂളിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ പൂളുകളിലൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ റൂമിലേക്ക് പോകാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി ട്രീ ഹൗസ് ഒന്ന് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രീ ഹൗസ് കാണാം. ഈ ട്രീ ഹൗസ് പറഞ്ഞില്ല, ഈ ഒരു മരത്തിൽ എന്നിട്ട് ഈ ഒരു മരത്തിൻ്റെ ഇതിൽ നിറയെ ഫുഡൊക്കെ വെച്ചിട്ട് അതിന് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ റൂംസ് തുറക്കാം. ഒരു ക്ലൗഡ് സയൻസിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പിൾ ട്രീ ഹൗസ് ആണ്, കപ്പിൾ ഓർ ഫാമിലി ട്രീ ഹൗസ് ആണ്. ആ ഒരു മൗണ്ടൈൻ വ്യൂവിനോട് ചേർന്നുള്ള ബാൽക്കണി ഒക്കെ ആയിട്ട് കിഡിലൻ സെറ്റപ്പാണത്. നേരത്തെ ആ ഒരു കപ്പിൾ കോട്ടേജ് ഇവരുടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതേ സെയിം ആംബിയൻസും ഇന്റീരിയറൊക്കെയാണ് കേട്ടോ. ദെൻ ബാൽക്കണി ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റൂമിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ്, ദെൻ കോംപ്ലിമെന്ററി ഐറ്റംസും വാഷ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ സിറ്റിംഗ് ഏരിയ വരുന്നില്ല, അതിന് പകരം ഒരു അടിപൊളി ബാൽക്കണിയാണ്. പിന്നെ AC ഉണ്ട്, ദെൻ TV, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ബാൽക്കണിക്ക് ഒന്ന് കാണാം. കാണാൻ പറ്റും. പിന്നെ ശരിക്കും നമ്മൾ സാധാരണ ഈ കക്കാടം പൊയ്കയിൽ വരുമ്പോൾ ഈ മലകളൊന്നും ഇത്ര ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധാരണ സാധിക്കാറില്ല. കാരണം മൊത്തത്തിൽ ഫോഗൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ. അപ്പോൾ ഇതിപ്പം ഈ ഡിസംബർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു ആ മലനിരകളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും രാത്രിയൊക്കെ ഉണ്ടല്ലോ, രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു കാട്ടിനുള്ളിൽ നമ്മൾ സ്റ്റേ ചെയ്താൽ, ഒരു ട്രീ ഹൗസിലൊക്കെ സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ ആയിരിക്കും. നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കപ്പിൾ ഫാമിലി ഒക്കെ ആയിട്ടൊരു റൂംസ്, ഒരു ഡിഫറൻറ്റ് സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രീ ഹൗസും കോട്ടേജസും ഒക്കെ നിങ്ങൾക്ക് കക്കാടം പൊയ്കയിലുള്ള ഒരു ക്ലൗഡ് എൻഡിലെ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അടിപൊളിയാണ്, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കോട്ടേജ്. നമുക്കപ്പോൾ ഇനി നമുക്ക് 2 ബെഡ്റൂമുള്ള ഒരു കോട്ടേജ് വരുന്നുണ്ട്. 2 ഫാമിലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ആ 2 ബെഡ്റൂമുള്ള കോട്ടേജസും കൂടെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. പിന്നെ വേറൊരു പ്രത്യേകത, നമ്മൾ ഈ കക്കാടം പൊയ്കയിൽ ഒരുപാട് നല്ല വാട്ടർഫോൾസ് ഉണ്ട്. അരിപ്പാറ, കോഴിപ്പാറ, അങ്ങനെ കുറേ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടേജസിൻ്റെ ഏത് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും നമുക്ക് ആ ഒരു വാട്ടർഫോൾസ് ഒക്കെ നല്ല അടിപൊളി വ്യൂവിൽ കാണാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. ഇപ്പം 4 കോട്ടേജിൻ്റെ ഏത് ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്ടർഫോൾസിൻ്റെ വ്യൂ, ആ ഒരു മൗണ്ടൈൻ വ്യൂ എല്ലാം നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റും, നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും. രാത്രിയിലൊക്കെ ശരിക്കും നല്ല അടിപൊളി ഒരു വൈബായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ റിസോർട്ട് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ എപ്പോഴും നമ്മളൊരു പെട്ടെന്നൊരു റിസോർട്ടൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ വയനാട്ടിൽ, മൂന്നാർ, വാഗമൺ, ഇടുക്കി, ഊട്ടി, കൊടൈക്കനാൽ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ടൂറിസം സ്ഥലമാണ് നമ്മുടെ കക്കാടം പൊയ്കയിൽ. കക്കാടം പൊയ്കയിലുള്ള ഒരു അടിപൊളി റിസോർട്ട്സാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്, ക്ലൗഡ് സെൻറ്റ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്, നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ഫീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരുടെ സിംഗിൾ കോട്ടേജും അതുപോലെ തന്നെ ട്രീ ഹൗസും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഇവിടെ ഒരു 2 ബെഡ്റൂംസിൻ്റെ ഒരു ഡബിൾ കോട്ടേജ് ഉണ്ട്, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. കപ്പിൾ അല്ലെങ്കിൽ 2 ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരേ വില്ലയിൽ, ഒരേ കോട്ടേജിൽ സ്റ്റേ ചെയ്യാം. അപ്പോൾ അവിടെ ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ചെക്ക് ഇൻ സമയമാണിപ്പോൾ. 3 മണിക്കാണ് ഇവർ ചെക്കിങ്, 12 മണിക്ക് ചെക്കൗട്ട്. അപ്പോൾ ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നർ വേണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ എത്തിച്ചു വരുന്നുണ്ട്. പിന്നെ പ്രൈസും കാര്യങ്ങളും അറിയാനായിട്ട് ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ റിസോർട്ട്സിൻ്റെ ബുക്കിങ്ങിനും അതുപോലെ തന്നെ എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി റൂംസ് ഒന്ന് കാണാം.
നമസ്കാരമുണ്ട്. അപ്പൊ നമ്മുടെ ക്ലൗഡ്സ് ആൻഡ് റിസോർട്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് എന്റെ കൂടെ ഉള്ളത്, മിസ്റ്റർ ഷെരീഫ് ഖാൻ. ആദ്യമായിട്ട് ക്ലൗഡ്സിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. രണ്ടുപേരും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഇവിടെ വന്നതിലോ വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഈ റിസോർട്ട് ആഗ്രഹിക്കുന്നത്, അല്ല നമ്മൾ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൂൾ ആൻഡ് കാം. അപ്പൊ ഇവിടെ വന്നപ്പോ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഒരു തണുപ്പ്, എത്ര വെയിലുണ്ടെങ്കിൽ പോലും ആ ഒരു തണുപ്പ് അതേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പൂളിന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോ ഇൻഫിനിറ്റി പൂളിന്റെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. സാധാരണ അതൊരു കോമ്പൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ ഒരു നല്ലൊരു വ്യൂ ഉള്ള. അപ്പൊ ഈ പൂൾ എങ്ങനെ ടൈമിംഗ് കൊടുക്കുന്നുണ്ടോ? അത് ഞാൻ പറയാൻ നിൽക്കുന്നു. ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ കൂടുതൽ 90% കൂടെ വരുന്നത് കപ്പിൾസ് ആണ്. അതുപോലെ തന്നെ ചെറിയ ഫാമിലീസ്, പിന്നെ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ്, ഇങ്ങനെ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു കാമായിട്ട് സൈലന്റ് ആയിട്ട് നല്ല അറ്റ്മോസ്ഫിയർ. ഒന്ന് നിങ്ങൾക്കറിയാം, ഈ കോമ്പൗണ്ടിൽ ആകെ 3 കോട്ടേജുകളുണ്ട്. അതാണ്. പിന്നെ കോട്ടേജസ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. പിന്നെ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ. ഇപ്പൊ നമ്മളൊരു റൂംസിൽ ഒരു കപ്പിൾ ഒരു ഫാമിലി വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നല്ല അടിപൊളി കോംപ്ലിമെന്ററി കൊടുക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര നീറ്റ് ആണ് റൂംസ് ഒക്കെ, നല്ല നീറ്റ്. പിന്നെ സ്റ്റാഫുകളുടെ ഒരു ബിഹേവിയർ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരു കാര്യങ്ങൾ എടുത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. 100% നിങ്ങളുടെ ഫാമിലി കപ്പിൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കക്കാടം പോയി, നമ്മൾ സാധാരണ മൂന്നാർ അല്ലെങ്കിൽ വയനാട്, ഈ 2 ഓപ്ഷനാണ് കൂടുതൽ പേരും ചൂസ് ചെയ്യുക. പക്ഷേ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ, അതും കക്കാടം പോയി എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു ടൂറിസം മേഖലയാണ്. ഒരുപാട് വാട്ടർഫോൾസ് ഒക്കെ ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിക്കാൻ, എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു റിസോർട്സ് തന്നെയാണ് നമ്മുടെ ക്ലൗഡ്സ് ആൻഡ്. അതന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ എത്ര പേരെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാല്, പിന്നെ ഇതൊരു ബിസിനസ് ആണെങ്കിൽ കൂടി വരുന്ന ഒരു കംഫർട്ട് ആവണം എന്നൊരു സ്ഥിതിക്ക് ഞങ്ങൾ പറയുന്നത് ഒരു കംഫർട്ട് ആയിട്ടുള്ള സ്റ്റേ 16. പല റിസോർട്ടുകളും ഇങ്ങനത്തെ റിസോർട്ട് 20, 30 ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് കംഫർട്ട് ആയിട്ടുള്ള സ്റ്റേ 16. 20ന്റെ മേപ്പോട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മളൊരു റൂമിൽ 4 മെമ്പേഴ്സിനെ അപ്പൊ വരുന്നൊരു നല്ല കംഫർട്ട് ആവും. അപ്പൊ നമ്മള് ഇതൊരു ബിസിനസ് ആണെങ്കിൽ കൂടി നമ്മൾ ഒരു കസ്റ്റമർ വന്ന് പോകുമ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന നല്ല ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ പ്രോഫിറ്റിനേക്കാളും വലിയ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ വരുന്നവർ കംഫർട്ടായി പോകണമെങ്കിൽ കൺജഷൻ ആവാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയല് മാക്സിമം 20, പക്ഷെ 25 വരെ അവിടെ വരുന്നുണ്ട്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ബിലോ 20 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു 20 മാക്സിമം ഒരു 16 മെമ്പേഴ്സ്, അതല്ല ഒരു 18-20 വരെ ഒക്കെ പോവാം. ഒരു റൂമിൽ 4 ഷെയറിംഗിൽ എക്സ്ട്രാ ബെഡ് സംഭവം. പിന്നെ ഇവർ ഓരോ പാക്കേജിലും ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൗകര്യമുണ്ട്. അവർ ഇവിടെ കൊണ്ടുവന്ന് ഹോട്ടൽ മെനു ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി നമുക്ക് ചെറിയ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മിക്കപ്പോഴും മഴ പെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് വെതറിന്റെ അനുസരിച്ചിട്ട് ക്യാമ്പ് ഫയർ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയുള്ള കക്കാടം പോയുള്ള ക്ലൗഡ്സ് ആൻഡ്. അപ്പോൾ ഒരു നിങ്ങൾ ഒന്നും മടിക്കേണ്ട. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കപ്പിൾ ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടെ വരാം. അപ്പൊ ന്യൂ ഇയർ ഒക്കെയാണ്, ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. ഈ ന്യൂ ഇയർ നിങ്ങൾക്ക് നമ്മുടെ കക്കാടം പോയിലെ ക്ലൗഡ്സ് ആൻഡിനോടൊപ്പം ആഘോഷിക്കാം. ന്യൂ ഇയറിലൊക്കെ കംപ്ലീറ്റ് ബുക്ക്ഡാണ്. പക്ഷെ നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആണ്. ഇപ്പൊ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ്. റൂംസ് ഒക്കെ ജനുവരി ഫസ്റ്റ് വീക്ക് ഓക്കെ, ജനുവരി ഒരു 10th വരെയൊക്കെ ഫുൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇവിടെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു റിസോർട്ട്സിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി ട്രാവൽ വ്ലോഗുമായിട്ട് ഇതിന്റെ പുറകിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സേതു, ബഡ്ജറ്റ് ട്രാവലർ, ഫുഡ് ബൈ സേതു.